ഇനി നമ്മൾ 2-3 പഴുത്ത മാങ്ങ എടുത്ത് തൊണ്ട് ചെത്തി അരിഞ്ഞ് അത് നമ്മൾ സിറപ്പാക്കി ജ്യൂസ് അടിക്കാൻ പാകത്തിനുള്ള സിറപ്പാക്കി വെക്കണതാട്ടോ കാണിക്കണതാ. ഇത് നമ്മളിങ്ങനെ വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ച് ഒരു കണ്ടെയ്നറിലാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ജ്യൂസിന് ആവശ്യത്തിന് നമ്മളെടുത്ത് വെള്ളം ചേർത്ത് ഉപയോഗിക്കാം. ഒരു 5-6 മാസം കേടുകൂടാതെ ചക്കയുടെ പൾപ്പ് വെച്ചേക്കണ പോലെ ഇതും വെക്കാം സൂക്ഷിച്ച്. അതിനുള്ള പരിപാടിയാണ്. വെള്ളം ചേർത്ത് അടിക്കരുത്. മറ്റു വിഭവങ്ങളും ഉണ്ടാക്കാം അല്ലേ? മാങ്ങ കൊണ്ടുള്ള എന്ത് സംഗതിക്കും ഇത് ഉപയോഗിക്കാം. സാധാരണ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ട് ജ്യൂസ് കുടിക്കാനായി എടുക്കാറ്. പിന്നെ എന്ത് വിഭവത്തിനും ഉപയോഗിക്കാം. കേടാകൂല. ഒരു 5-6 മാസം ഇരുന്നോളും വെള്ളം ചേർക്കാത്തതുകൊണ്ട്. ഡീപ് ഫ്രീസറിലല്ലേ വെക്കണത് നമ്മള്. അങ്ങനെ കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോ അടിച്ചെടുക്കണം. ഇനി ഇത് മിക്സിയിൽ കറക്കിയെടുക്കണം. നമുക്ക് കറക്കിയെടുക്കാം. ഇത് നമ്മൾ ആ മാങ്ങ വെള്ളം ചേർക്കാതെ സിറപ്പ് ഇതാക്കിയതാട്ടോ അടിച്ച് ജ്യൂസാക്കി എടുത്തേക്കണം പൾപ്പ. ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അടിച്ചേക്കണത്. പിന്നെ ഇത് നമ്മൾ ചീനിച്ചട്ടിയിലൊന്നും എടുത്ത് ചൂടാക്കിയൊന്നും വെക്കരുത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ മാങ്ങയുടെ ആകുമ്പോൾ രുചി വ്യത്യാസം വരും. ഇത് ഇതേ രീതിയിൽ ഇനി ഫ്രീസറിട്ട് വെച്ചാൽ മതി. ഒട്ടും വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്താൽ കേടായി പോകും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചിലർ ഷുഗർ ചേർത്തടിക്കും. ഞാൻ ഷുഗർ ചേർത്തിട്ടില്ല. അത് നമുക്ക് ജ്യൂസിന് ഇതിങ്ങനെ 1-2 സ്പൂൺ അങ്ങ് എടുത്തേച്ച് പിന്നെ നമ്മൾ ജ്യൂസ് ആക്കിയാൽ മതി കുടിക്കാൻ. ഇതിന്ന് ഈ പൾപ്പ പിന്നെ നമ്മൾ വെള്ളം ചേർത്തേച്ച് മിക്സിയിൽ അടിച്ച് ജ്യൂസ് പരുവത്തിലാക്കണം ഷുഗറും ചേർത്ത് കുടിക്കാനായിട്ട്. ഇതിപ്പോ ഒറിജിനൽ പൾപ്പ് മാത്രം. പിന്നെ പറഞ്ഞതുപോലെ എന്തെങ്കിലും വേറെ വിഭവങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ മാങ്ങ തെര ഉണ്ടാക്കണത്, പിന്നെ മാങ്ങയുടെ ഹൽവയ്ക്ക് വേണമെങ്കിൽ ഹൽവ, ഇങ്ങനെ എന്തിനും ഉപയോഗിക്കാം. മാമ്പഴ പായസത്തിന് വരെ ഉപയോഗിക്കാം. പൾപ്പെടുത്ത് വെച്ച നമ്മുടെ ഫേമസ് പായസല്ലേ ഇത്. മൂവാണ്ടമാങ്ങയുടെ ആണ് കൂട്ടോ. ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. നല്ല ടൈറ്റ് ആയിട്ട് അടഞ്ഞിരുന്നാലാണ് ഒരു 6 മാസം വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. നല്ല ടൈറ്റ് ആയിട്ട് ഇതുപോലെ അടച്ച് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി മാംഗോ സീസൺ അല്ലാത്തപ്പോഴും നമുക്ക് വീട്ടിലുണ്ടാക്കിയ മാംഗോ ഷേക്കും ലസ്സിയും ജ്യൂസും ഹൽവയും തെരയും എന്തിനു പറയണു മാമ്പഴ പായസം വരെ നമുക്ക് കിടുക്കനായിട്ട് വീട്ടിലുണ്ടാക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് മാംഗോ സീസൺ അല്ലാത്തപ്പോഴും മാംഗോ വെച്ചിട്ടുള്ള പല ഡിഷസും നമുക്ക് ഈ പൾപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഒരു 6 മാസം വരെ ഈ പൾപ്പ് കേടുകൂടാതെ ഇരിക്കും കേട്ടോ. മാംഗോ സീസൺ ഉള്ള സമയത്ത് നമ്മൾ അല്പം ശ്രദ്ധയോടെ ഈ പൾപ്പ് സൂക്ഷിച്ച് ഫ്രീസറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ ഡിഷസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മാംഗോ ജ്യൂസ് നമുക്ക് മാംഗോ സീസൺ അല്ലാത്തപ്പോഴും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ മറ്റ് പല ഡിഷസായ മാംഗോ പായസം, മാംഗോ ഷേക്ക്, പിന്നെ മാംഗോ തേര, ഹൽവ, അങ്ങനെ അനവധി ഐറ്റംസ് നമുക്ക് മാംഗോ വെച്ചിട്ടുള്ളത് ഈ പൾപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇനിയും ഒരുപാട് ഡിഷസ് ആയിട്ട്, വെറൈറ്റി ഡിഷസ് ആയിട്ട് മമ്മാസ് കിച്ചൺ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണണ്ടേ? എളുപ്പം കിട്ടാനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും സബ്സ്ക്രൈബ് പറയാൻ മറക്കരുത്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.